പ്രിയമുള്ളവരെ, 64ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മൊഗ്രാൽ ദേശീയ വേദിയുടെ സംഭാവന 500 കിലോ അരിയും 30 ട്രോഫിയും ക്യാപ്പ് 500 ക്യാപ്പും ഇതിൽ സംഭാവനയായിട്ട് മൊഗ്രാൽ ദേശീയ വേദി നമ്മുടെ കലോത്സവത്തിന് നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ട് ദേശീയ വേദിയെ അഭിനന്ദിക്കാം. ദേശീയ വേദിയുടെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ സ്കൂളിൽ മുമ്പ് ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത വ്യക്തികളുണ്ട്, അധ്യാപകരുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരും, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റ് ഉണ്ട്, മുൻ PTA പ്രസിഡന്റുമാരുണ്ട്, SMC ചെയർമാൻമാരുണ്ട്, PTA അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും ദേശീയ വേദിയുടെ കുടുംബമാണ്. ദേശീയ കുടുംബത്തിൽ നിന്നും നമുക്ക് ലഭിച്ച ഈ സഹായത്തിന് വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ സംഭാവന അതുപോലെ തന്നെ ധാത്തു അടക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇത് കൈമാറാൻ വേണ്ടി. ദേശീയ വേദി പ്രസിഡന്റ്, സെക്രട്ടറി, ഗൾഫ് കമ്മിറ്റി പ്രതിനിധി ധാത്തു, PTA പ്രസിഡന്റ് ഉണ്ട്, ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട്, ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുകയാണ്. കേരള മാപ്പിള കലാ അക്കാദമിയുടെ 20 ട്രോഫി ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. മാപ്പിള കലാ അക്കാദമിയുടെ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി യൂസഫ് കട്ടതിർക്ക നമ്മുടെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മൊഗ്രാൽ ചാപ്റ്ററിന്റെ സെക്രട്ടറി അൻവർ TK ഉണ്ട്. അതുപോലെ തന്നെ ഗായകൻ നമ്മുടെ താജു മൊഗ്രാൽ ഉണ്ട്, നൗഷാദ് ഇല്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം യൂസഫ് കട്ടതിർക്കയെ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവരും അതിന് ഒന്ന് ഓക്കെ. നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മഹാകവി T. ഉബൈദ് മാഷിൻ്റെ 4 വരികൾ ഇവിടെ ഞങ്ങൾ ആലപിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാപ്പിള കലാ അക്കാദമിയുടെ മെമ്പർമാരും നാട്ടുകാരൊക്കെ കൂടി ഈ പാട്ട് ഇപ്പോൾ പാടുന്നതായിരിക്കും. ജയിച്ചിടും നിതു മാമകജനനി, ജയിച്ചിടും നിതു കേരളധരണി, ജഗത്തിലൊക്കവെ പെരുത്തു തൂവൊളി പരത്തിടും സുമണി, ഉലകിലെ ജനഗതി അനുദിനമനവധി വിനുതികൾ പൊഴിച്ചിടും രമണി. ജയിച്ചിടും നിതു മാമകജനനി, ജയിച്ചിടും നിതു കേരളധരണി, ജഗത്തിലൊക്കവെ പെരുത്ത തൂവൊളി പരത്തിടും സുമണി, ഉലകിലെ ജനതതി അനുദിനമനവധി വിനുതികൾ പൊഴിച്ചിടും രമണി. മയക്കി വാഴ്വോ പണ്ട് മുതൽക്കേ മഹീതലത്തെ സുഭഗതയാലെ, മതങ്ങൾ അനവധി ഭവൽ സവിധ മതിലിണങ്ങി വാഴുകയായി, പകലുഷ മമതയോടിട തവ വരുതിയിൽ സമതയോടൊതുങ്ങി മെമുകയായി. ജയിച്ചിടും നിതു മാമകജനനി, ജയിച്ചിടും നിതു കേരളധരണി, ജഗത്തിലൊക്കവെ പെരുത്ത തൂവൊളി പരത്തിടും സുമണി, ഉലകിലെ ജനതതി അനുദിനമനവധി വിനുതികൾ പൊഴിച്ചിടും രമണി. ജയിച്ചിടും നിതു മാമകജനനി, ജയിച്ചിടും നിതു കേരളധരണി, ജഗത്തിലൊക്കവെ പെരുത്ത തൂവൊളി പരത്തിടും സുമണി, ഉലകിലെ ജനതതി അനുദിനമനവധി വിനുതികൾ പൊഴിച്ചിടും രമണി. നമ്മുടെ ജില്ലാ കലോത്സവത്തിലേക്കായി റോട്ടറി ക്ലബിന്റെ മുൻ പ്രസിഡന്റ് ഹമീദ് സ്പിക്ക് 25 ട്രോഫി സംഭാവന ചെയ്തിട്ടുണ്ട്. ആ 25 ട്രോഫിക്കുള്ള തുക ട്രോഫി കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് മുഹമ്മദിന് കൈമാറുകയാണ്. ഇത് ദേശീയവേദിയുടെ ഈ തൊപ്പി രജിസ്ട്രേഷൻ കമ്മിറ്റിക്ക് വേണ്ടി രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി ഈ വിനീതനായ ഞാൻ മൊഗ്രാൽ സ്കൂളിലെ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത മുൻ അധ്യാപകർ, ഇപ്പോൾ ഉള്ള അധ്യാപകരും ഉണ്ട്, എല്ലാവരും കൂടി കലോത്സവത്തിന് വേണ്ടി സമാഹരിച്ച ആദ്യ ഗഡു എന്ന നിലയ്ക്ക് 1,01,000 രൂപ സംഭാവന കൈമാറുകയാണ്. വീണ്ടും ഇത് തുടരും. അബൂബക്കർ ലാൻഡ്മാർക്ക്
നമ്മുടെ ജില്ലാ കലോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മൊഗ്രാൽ ആകെ ഉത്സവ പ്രതീതിയിലാണുള്ളത്. ഇപ്പൊ വിളംബര ജാഥ കുമ്പയിൽ നിന്ന് പുറപ്പെട്ട് മൊഗ്രാലിലെത്തി എല്ലാവരും വളരെ ആവേശത്തിലാണ്. താങ്കൾ ഈ കലോത്സവത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിന് പറഞ്ഞ തീർക്കാനുള്ള ഒരു സംഭവം അല്ല ഇത്. അത്രക്കും ഒരു ഗംഭീരായിട്ട് ആക്കണം. ഇപ്പൊ കണ്ടെടുത്തേക്ക് അത് ആവുന്നുള്ള എല്ലാ പ്രതീക്ഷയും ഉണ്ട്. നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ട് മൊഗ്രാലിലേക്ക് എന്റെ ഈ 60 വയസ്സിന്റെ ഉള്ളിൽ ഇത് കാണുന്ന എന്റെ ഈ 50 വയസ്സിന്റെ ഇടയിൽ ഞാൻ 10 വർഷം 10 കൊല്ലം ഗൾഫിലായിരുന്നു. ഇല്ല, അത് കൂട്ടിയാൽ നിൽക്കില്ല. താങ്കളെ കാണുമ്പോൾ 60 വയസ്സ് തോന്നിക്കുന്നില്ല. തോന്നിക്കല്ല അത്. ഈ ആരോഗ്യത്തിന് അതിലിട്ടോ കളി, ചിരി, യുവാക്കളുമായിട്ടുള്ള ഒരു അനീസിനെ പോലത്തെ യുവാക്കളാണ് നിങ്ങൾ. കലോത്സവ ലഹരിയിലാണ് നമ്മുടെ മൊഗ്രാൽ ഗ്രാമം. വിളംബര ജാഥ വളരെ ഗംഭീരമായിരുന്നു. നല്ല ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ്. എല്ലാവരും കുമ്പളയിൽ നിന്നും ഇതായിട്ടും വളരെ മനോഹരമായിട്ട് അതിന്റെ അവസാന കലാശക്കൊട്ട് ഇവിടെ ഗ്രൗണ്ടിലും സൂപ്പറായിട്ട് നടന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊഗ്രാൽ ഓൺലൈൻ കുറെ 10-15 വർഷം മുമ്പുള്ള ഒരു പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം വരുന്നതിന് മുമ്പുള്ള ഫേസ്ബുക്ക് ആദ്യത്തെ കൂട്ടം ആദ്യത്തെ സോഷ്യൽ മീഡിയ ഇതായിരുന്നു. വളരെ സക്സസ് ആയിരുന്നു. ദുബായിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊഗ്രാൽ എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഹരാണ്. ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ഇത് അതിൽ തന്നെ അന്ന് തന്നെ എല്ലാവർക്കും അറിയാം മൊഗ്രാലിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ. അപ്പൊ ഇവിടെ ഒരു കലോത്സവം വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പെരുന്നാളിനേക്കാളും വലിയൊരു പ്രതീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ സന്തോഷത്തിലും എല്ലാവരും പങ്കുചേരുന്നുണ്ട്. അത് വളരെ ഗംഭീരമായി വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു നമ്മളെ ബാസിൽ കിട്ടാനാ ഇങ്ങനത്തെ ഒരു മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ ഫാത്തിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിൽ നയിച്ചു കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു. കച്ചവടവും കഴിഞ്ഞു മുത്തു റസൂലുള്ള വന്നു കല്യാണാലോചനക്കായി ബീവി തുനിഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. Assalamu alaikum. Revenue Kalolsavam is historical for Mogralians. Yes. We are all excited. Best wishes for the organizers and all the participants. Thank you, Abdullah. 2 lines പാട്ട് 2 ലൈനിൽ പാട്ട് പാടാം. I'm not singer. Thank you. മൊഗ്രാലിന്റെ അഭിമാനം. Yeah. Back to Arif. ഹിദായത്തുള്ള നമ്മുടെ ഈ കലോത്സവത്തിന് വേണ്ടി തന്നെ പിന്നെ ദുബായിൽ നിന്നും ഇന്ന് രാവിലെ എത്തിയതാണ്. ഇതിനു മുമ്പ് ജില്ലാ കലോത്സവത്തിലെ പങ്കെടുത്തിരുന്നു. ഇതിന് മുമ്പ് ഏതെങ്കിലും വേറെ മൊഗ്രാലല്ല, മൊഗ്രാൽ ഇതാദ്യമല്ലേ? കലോത്സവത്തില് ഒരിക്കൽ പങ്കെടുത്തിട്ടുണ്ട്. സ്കൂൾ പഠിക്കുമ്പോൾ ചെമ്മനാട് സ്കൂള് കലോത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഉദുമയില് പിന്നെ ജില്ലാ സ്പോർട്സിലും പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റും ചെയ്തിട്ടുണ്ട്. സബ് ജില്ലയിലും പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? സബ് ജില്ലയിലെല്ലാം കുറെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും ഇപ്പോൾ നമ്മുടെ നാട് ആകെ ഒരു ഉത്സവരയില്ല. ഇന്നത്തെ ഇതിന്റെ ഇതാത്തെ നമ്മുടെ വിളംബര ജാഥ എങ്ങനെയായിരുന്നു? എത്ര മാർക്ക് കൊടുക്കായിരുന്നു? വിളംബര അടിപൊളിയാണ്. ഒന്ന് മൊഗ്രാലിനെ കുമ്പളയിൽ നിന്ന് മൊഗ്രാലിനൊന്ന് ഉണർത്തി. ഇനി നാളെ ജനങ്ങളൊരു പ്രവാഹമായിരിക്കുന്നതാണ് കരുതുന്നത്. ജനങ്ങളുടെ പ്രവാഹമായിരിക്കും. നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്രൗഡ് വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് മൊഗ്രാൽ. ഇതിൽ നമുക്ക് ഒരു ഭാഗമാക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമാണ്. ഇനിയൊരു ചാൻസ് വളരെ കുറവായിരുന്നു. ഇനി വരുന്ന തലമുറക്കുണ്ടാവാൻ ചില സമയം നമുക്ക് വളരെ ചാൻസ് കുറവാണ്. 5000-ഓളം പ്രതിഭകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. 13 വേദികളിലാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടുകാർ ചെയ്യേണ്ടത് നമുക്ക് കുറേ ത്യാഗം ചെയ്യണം. ഇപ്പോൾ എന്നുവെച്ചാൽ എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പം ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് ഇത് ബ്ലോക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പല സ്റ്റേജുകളുള്ളത് വീട്ടിനടുത്താണ്.
അപ്പോൾ ചില അവരെ മേക്കപ്പിന് അവർക്ക് ചില ടോയ്ലറ്റിലേക്ക് ഇങ്ങനെ പോകുന്ന കാര്യത്തിലെല്ലാം. പിന്നെ ഞാനിപ്പോൾ മൊത്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടുകാർ അന്ന് വണ്ടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴുത്ത് നടന്നിട്ട് തന്നെ വന്നിട്ട് ഏതെല്ലാം രീതിയിൽ അതെ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വരിക. കാരണം കംപ്ലീറ്റ് ബ്ലോക്ക് ആവും. ഇനി മെയിൻ പ്രശ്നമുള്ളത് സാമ്പത്തികത്തെക്കാളും പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് പാർക്കിംഗ് ആണ്. ഈ വാഹനത്തിന് എങ്ങനെ ഒരുപാട് സ്ഥലത്ത് മേഖല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേജുകളൊക്കെ ഞാനിപ്പോൾ ഒരുപാട് ജില്ലാ കലോത്സവത്തിലും സ്റ്റേറ്റ് കലോത്സവത്തിലും പങ്കെടുത്ത സ്ഥിതിക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ചിട്ട് സ്റ്റേജ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇത് കുറേ ദൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിലോമീറ്റർ വരെ ഇതാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മുടെ നാടും നഗരം എല്ലാം നല്ല ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിലാണ്. ഈ 3 ദിവസം കൊണ്ട് നമ്മുടെ ഈ കലോത്സവം ഒരു വമ്പിച്ച വിജയമാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഷാജു, പിന്നെ ഷാജുവിന് മുമ്പ് ഒരുപാട് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകുന്ന തോന്നുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ വേറിട്ട ഒരു അനുഭവം അല്ലേ മൊഗ്രാലിൽ നമ്മുടെ നാട്ടിലേക്ക് ഈ കലോത്സവം വരുമ്പോൾ ഉണ്ടാകുന്നത്? തീർച്ചയായും ജില്ലാ കലോത്സവം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടഞ്ചാൽ സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ട് വരണമെന്നുണ്ട് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. മൊഗ്രാലില് സ്ഥല സൗകര്യം ഉണ്ടാവില്ല, ഇവിടെ വരാൻ ചാൻസ് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് അന്ന് തോന്നിയത്. മാത്രം എന്തായാലും ഇത് വന്നത് നമ്മൾക്ക് അത് ഈ സമയത്ത് ഇവിടെ വരാൻ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു വൈബ് അതാണ്. നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്ത ഒരു അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായി തോന്നുന്നു. നമുക്ക് യാദൃശ്ചികമായിട്ടാണെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു എന്ന് വെച്ചാൽ നാട്ടുകാരെ ഏറ്റെടുത്ത ഒരു സംഭവമാണിത്. ഈ ഉത്സവം എന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടുകാരുടെ ഉത്സവമാണ്. ഇതുപോലെ തന്നെ എനിക്ക് ദുബായിൽ ഉണ്ടായിരുന്ന നമ്മളെ എക്സ്പോ 2020 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ഒരു ശൂന്യതയായിരുന്നു. അത് തീരാതിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചു. അതുപോലെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ സെയിം വൈബാണ് ആ നാട്ടിൽ നമ്മൾ പോകുമ്പോഴേക്കും. അത് ഇവിടെ പോകുമ്പോഴേക്കെല്ലാം അതുപോലെ ഞാൻ കുട്ടികളെല്ലാം വിളംബര ജാഥയ്ക്ക് ഞാൻ കൊണ്ടുപോയി. ഭയങ്കര അവർക്ക് എന്തോ അതിശയാണ് ഇതെല്ലാം കാണുമ്പോഴേക്ക്. ഇതെന്ത് പരിപാടി, സ്കൂളിലെ പരിപാടി. സ്കൂളിൽ നമ്മൾ അവിടുത്തെ സ്കൂളിൽ പോകാൻ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും മെമ്മറബിൾ ഇതാണ്. താങ്ക് യു ഷാജു. ഉത്തരേന്ത്യൻ സബ് എഡിറ്റർ ടി.എ. ഷാഫി ഉണ്ട്. ഷാഫിയെ നമ്മുടെ കലോത്സവ നഗരിയിലേക്ക് സ്വാഗതം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ കലോത്സവം തുടങ്ങാനുള്ളത്. അപ്പം മൊഗ്രാലാകെ ഒന്ന് ഉണർന്നിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ ആവേശം. ഷാഫി ഒരുപാട് കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ നമ്മൾ മൊഗ്രാലിലേക്ക് വന്ന ഈ കലോത്സവത്തെക്കുറിച്ച് അതായത് അവസാന നിമിഷത്തിലാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നത്. അതെല്ലാം അറിയാമല്ലോ ഷാഫിക്ക്, അറിയാം. 2 വാക്ക്. ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ജില്ലയിലെ കൗമാര കലോത്സവം സംഘടിപ്പിക്കാൻ ഏറ്റവും അർഹമായിട്ടുള്ളൊരു മണ്ണാണ് മൊഗ്രാൽ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാം കൊണ്ടും ഒരു കലോത്സവത്തിന് ഏറ്റവും ഉതകുന്ന ഒരു മണ്ണ് മൊഗ്രാൽ തന്നെയാണ്. ഇശൽ ഗ്രാമമാണ്. കലയെ സ്നേഹിക്കുന്ന ഒരു മണ്ണാണ്. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മണ്ണാണ്. എല്ലാം ഉള്ളൊരു മണ്ണാണ്. ഇവിടത്തേക്ക് ഒരുപാട് കവികളെ ജന്മം നൽകിയ മണ്ണാണ്. ആദ്യം ചിന്തിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു മൊഗ്രാൽ എന്ന് പറയുന്നത്. പക്ഷെ വളരെ വൈകി. ഈ വൈകി കിട്ടിയതാണെങ്കിൽ അതാണെങ്കിൽ അവിചാരിതമായിട്ട് കിട്ടുകയാണിത്. ഈ വർഷം മൊഗ്രാലിന് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടുകയാണ്. ആ കിട്ടിയ കലോത്സവത്തെ മൊഗ്രാല് ഭയങ്കര പൊലിസായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കലോത്സവം തുടങ്ങുന്നത് നാളെയാണെങ്കിലും കുറെ ദിവസങ്ങളായിട്ട് മൊഗ്രാൽ ഇതിന് ഭയങ്കര ആഘോഷിച്ച് വരുന്നുണ്ട്. ഒരു പെരുന്നാൾ പോലെ അല്ലെങ്കിൽ ഉത്സവങ്ങൾ പോലെ ഒരു നാട് മൊത്തം അണിചേർന്നിട്ട്. അത് എല്ലാ കാര്യത്തിലും ഇതിന്റെ വിളംബരം ആണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്ന കാര്യത്തിലാണെങ്കിലെല്ലാം എല്ലാവരും അവരുടേതായിട്ടുള്ള എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ഈ കലോത്സവത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലാ കലോത്സവങ്ങളിൽ ഏറ്റവും ഒരു മികച്ച കലോത്സവം മൊഗ്രാൽ മണ്ണിന് സമ്മാനിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസവും എന്റെ പ്രതീക്ഷയും. ഓക്കെ, താങ്ക് യു ഷാഫി. അപ്പോൾ ഫുട്ബോൾ കളിക്കാരനാണ്, ഫുട്ബോൾ റഫറി ആയിട്ട് നമ്മുടെ മൊഗ്രാൽ ഗ്രൗണ്ടിൽ കുറേ പ്രാവശ്യം വന്നിരുന്നു. അതുപോലെ തന്നെ കളിയെഴുത്തുകാരനാണ് അബു കാസർഗോഡ്. പുതിയ തലമുറക്കറിയില്ല. കളിയെഴുത്തുകാരൻ മൊഗ്രാൽ എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്നത്, പുറത്തറിയപ്പെടുന്നത് ഇവിടെ കാൽപന്ത് കളിയുടെ കളിത്തൊട്ടില്, അതുപോലെ മാപ്പിളപ്പാട്ടിന്റെ ഹബ്ബ്, ഇതെല്ലാം ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ എല്ലാം കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കലോത്സവം. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ കലോത്സവം. ഇതിൽ
കലാപരമായിട്ട് സാംസ്കാരികമായിട്ടും നമ്മുടെ മൊഗ്രാൽ ഗ്രാമത്തിനെ മാത്രമല്ല മൊഗ്രാലിൻ്റെ പ്രാന്തപ്രദേശങ്ങളെ ജനങ്ങളെയും വളരെയധികം ഉണർത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ നിങ്ങളൊക്കെ മാതിരിയുള്ള ചെറുപ്പക്കാർ ഇതിൽ താല്പര്യമുള്ള ആൾ ഇതിനെ വിജയകരമായി നടത്തി ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ ശീഘ്രഗതിയിലാക്കാനും വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ 2 വാക്ക് പറയാൻ സന്ദർഭം തന്നതിൽ ഇതിന്റെ മുഗ്രാൽ സ്കൂളില് പിന്നെ VHSE ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 8 വർഷം സേവനം ചെയ്തിട്ട് മൊഗ്രാലുകാരനാണ്. ശരിക്കും പറഞ്ഞാൽ യൂസഫ് കടത്തർക്ക എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും മൊഗ്രാലുകാരനാണ് യൂസഫ്. അതുപോലെ തന്നെ മൊഗ്രാലിലെ എല്ലാ പരിപാടിയിലും നല്ലൊരു മാപ്പിള കലാകാരനാണ്. മാപ്പിള കലാ അക്കാദമിയുടെ കാസർഗോഡ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മുടെ മൊഗ്രാലിലേക്ക് വന്ന ഈ മാമാങ്കത്തെ, ഈ കലാമാമാങ്കത്തെ യൂസഫ് ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? ആദ്യമായിട്ട് പറയാനുള്ളത്, മൊഗ്രാൽ 2007 ഞാൻ വന്നത്. 2007 2015 വരെ മൊഗ്രാൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാപ്പിളപ്പാട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് 10-20 വർഷത്തോളമായി. പക്ഷേ എനിക്ക് മൊഗ്രാൽ വന്നതിന് ശേഷമാണ് ഒരു പുസ്തകം ഉണ്ടാക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഇവിടെ MK അബ്ദുള്ള ഞാനും കൂടിയിട്ട് വടക്കിൻ്റെ ഇശലുകൾ നിറഞ്ഞൊരു പുസ്തകം, കാസർഗോഡ് ജില്ലയിലെ 40ഓളം കവികളുടെ ഒരുപാട് പാട്ടുകൾ, അതായത് 150 വർഷങ്ങൾക്ക് ഇങ്ങോട്ടുള്ള സൗക്കാർ കുഞ്ഞി ഫക്കി മുതൽ ബാലാമുബിൻ ഫക്കി മുതൽ മൊഗ്രാലിലെ കവികളെ മൊത്തം കവിതകളും കാസർഗോഡ് ജില്ലയിലെ മൊത്തം പഴയ കവികളുടെയൊക്കെ അറബി മലയാള ഭാഷയിലുള്ള കൃതികളെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് വടക്കിൻ്റെ ഇശലുകൾ. അത് ഈ മൊഗ്രാൽ വന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിവിടെ സാധിപ്പിച്ചെടുക്കാൻ സാധിച്ചത്, പ്രത്യേകിച്ച് അബ്ദുള്ള അച്ചാൻ്റെ ഒരു സഹകരണം. അപ്പോൾ അത് മാത്രമല്ല മായമാഷ പോലുള്ള ആളുകളുടെ സപ്പോർട്ട്, ഇതൊക്കെ വലിയൊരു വലിയൊരു ഐക്കണായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത് ഈ ഒരു സ്ഥലത്തു നിന്നാണ്, മൊഗ്രാൽ. സംശയമില്ല കാര്യത്തിൽ. 2014 പുസ്തകം പ്രകാശനം ചെയ്ത് ബാംഗ്ലൂർ വെച്ചിട്ട് TK ഹംസ പ്രകാശനം ചെയ്തതാണ്, മുൻമന്ത്രി. അതെ, അവരിൽ അവതാരികയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ മാപ്പിളപ്പാട്ടും അതുപോലെ തന്നെ ഫുട്ബോളും. അപ്പോൾ ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കലോത്സവം വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. ഇതെല്ലാവരും നാട്ടുകാർ ഏറ്റെടുത്ത് കഴിഞ്ഞു, അതിന് സംശയമില്ല. ഇപ്പോൾ ആ ഒരു ഏത് മേഖലയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്സാഹം കാണുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പരിപാടി വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, താങ്ക് യു. ആ കരുണാരേഖമണി ആക്കി മുഖമാൽ മുനെ ആദിയഹദാനമിലെ അധികം വരുമ ആദിയഹദാനമിലെ. ആ കരുണാരേഖമണി ആക്കി മുഖമാൽ മുനെ ആദിയഹദാനമിലെ അധികം വരുമ ആദിയഹദാനമിലെ. ಮಾಗಸುಬ ಶೋಭಮಣಿ ಮಾಗುಣ ಪೇರ ನರ ನಾಸ್ತಿ ಪಿಣಿ ಜಾಸ್ತಿ ಅಣಿ ವಾಸ್ತವ ಮಾರ. ನಾಗಸುಬ ಶೋಭಮಣಿ ಮಾಗುಣ ಪೇರ ನರ ನಾಸ್ತಿ ಪಿಣಿ ಜಾಸ್ತಿ ಅಣಿ ವಾಸ್ತವ ಮಾರ. ಆ ಕರುಣಾ ರೇಖಮಣಿ ಆಕಿ ಮುಖ ಮಾಲ್ ಮುನೆ ಆದಿಯಹದಾನ ಮಿಲೆ ಅಧಿಗಂ ವರುಮ ಆದಿಯಹದಾನ ಮಿಲೆ. ಆ ಕರುಣಾರೇಖಮಣಿ ಆಕಿ ಮುಖ ಮಾಲ್ ಮುನೆ ಆದಿಯಹದಾನ ಮಿಲೆ ಅಧಿಗಂ ವರುಮ ಆದಿಯಹದಾನ ಮಿಲೆ. മണ്ടമലർ കൊണ്ടു ചുറ്റും വണ്ടുകം പെരാ നുവൽ നാവുലർകൾ നാവിഷിഹ നാവിലും തിഹ. നാവുലർകൾ നാവിഷിഹ നാവിലും തിഹ. ആ കരുണാരേഖമണി ആക്കി മുഖമാൽ മുനെ ആദിയഹദാന മിലെ അധികം വരുമ ആദിയഹദാന മിലെ. ആ കരുണാരേഖമണി ആക്കി മുഖമാൽ മുനെ ആദിയഹദാന മിലെ അധികം വരുമ ആദിയഹദാന മിലെ അധികം വരുമ ആദിയഹദാന മിലെ അധികം വരുമ ആദിയഹദാന മിലെ. ഓ, ഗുഡ് ഗുഡ്, താങ്ക് യു. മൊഗ്രാലിലെ പുതിയ പിള്ളേ അപ്പൊ പറഞ്ഞു ഇക്കുവാലെ നമ്മുടെ കലോത്സവത്തെ കുറിച്ച് ഇക്കുവാലെ 2 വാക്ക്. ഞാൻ ആ മൊഗ്രാലിനെ കാണുന്ന ഇശൽ ഗ്രാമം ഉപരി ഒരു കാൽപന്ത് കളിയുടെ ലോകത്താണ് ഈ മൊഗ്രാൽ നാടിനെ മറ്റുള്ള സ്ഥലത്ത് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ നാടിനെ മറന്ന് എൻ്റെ ജന്മനാട് ആണെങ്കിലും ഇത് ഏരിയയിലാണ് ചെരങ്കിയിലാണെങ്കിലും എന്നും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു മൊഗ്രാൽ ഇശൽ ഗ്രാമത്തെയാണ്.
ആയിഷൽ ഗ്രാമത്തെ തേടിയെത്തിയ ഈ 64ാമത് പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ ഉണ്ടാകുമ്പോഴേക്ക് എന്റെ പാഠപുസ്തകത്തിലുണ്ടായിരുന്ന ഒരു കവി മലയാള പദ്യം അത് ഏകദേശം 50 കൊല്ലം വയറ്റുണ്ട്. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ കയ്യിലെ നൽകി ചൊന്നാം എന്നമ്മ തന്നോട് ചൊല്ലേണം പിന്നെ നീ എന്നെ മാറക്കല്ല എന്നിങ്ങനെ പാൽവെണ്ണായുണ്ണാനിയോ വേദനായുണ്ടുള്ളിൽ പരാമേനിക്കൊന്നു ചൊല്ലുക പിന്നെ വെണ്ണയും പാലും അന്നമ്മാതൻ പോരെങ്കിൽ മെല്ലെയാ മെല്ലെ വരുത്തം വേണം പിള്ളേരെ നുള്ളി ഞാൻ എന്നെന്നും ചൊല്ലിയില കൊണ്ടെന്നെ ആടിച്ചാളമ്മ അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകി ചൊന്നാം. ശരിക്കും നമ്മളെ ഒരു സ്കൂളില് പഴയ സ്കൂളിൽ പോയിരുന്ന ഒരു പ്രതീതി ഉണ്ടായത് ഇപ്പോ അബൂബക്കറിന്റെ ആ ഒരു അല്ലേ ശരിക്കല്ലേ. അപ്പൊ നമ്മളെ ഒരു ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഉടൻ പടം ഫ്രെയിം മിസ്റ്റർ കൽക്കത്ത ഫസൽ കൽക്കത്ത, വെൽക്കം. ഫസൽ നമ്മുടെ ഈ കലോത്സവത്തെ കുറിച്ച് ഈ മൊഗ്രാൽ ആകെ ഇപ്പൊ ഒരു ഉണർവിലാണുള്ളത്, ഒരു സന്തോഷത്തിലാണുള്ളത്. ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞേക്ക് ഈ കലോത്സവം. ഇന്നത്തെ ഈ സുന്ദരമായ സായാഹ്നത്തിൽ സുന്ദരന്മാരായ നിങ്ങളിൽ അഭിമുഖീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സുന്ദരമായ സന്തോഷമുള്ള സുന്ദര വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിൽ സുന്ദരമായി സന്തോഷിക്കുന്നു. പിന്നൊരു കാര്യം, ഇത് കലയുടെയും പാട്ടിൻ്റെയും മറ്റൊട്ടനവധി പാട്ടുകളുടെയും ഹൃദയഭൂമിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മൊഗ്രാൽ പുത്തൂറുകാർക്ക് മൊഗ്രാലിനെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. മൊഗ്രാൽ എന്ന് പറഞ്ഞ ചരിത്രപരമായിട്ട് ഒരു ഇടം പിടിച്ചൊരു സ്ഥാനമാണ്. അതിൽ അന്തിയായ മൊഗ്രാൽക്കാരോടൊപ്പം കാസർഗോഡുകാരോടൊപ്പം മറ്റു നാട്ടുകാരോടൊപ്പം ഞങ്ങൾ മൊഗ്രാൽ പുത്തൂരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്കും അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അതായത് മൊഗ്രാലിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയായിട്ട് മൊഗ്രാലിൻ്റെ ചരിത്രത്തിൽ മിക്കവാറും കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ എന്ന് തന്നെയും പറയാം, അല്പം ചില ടൈമുകൾ ഒഴിവാക്കിയാൽ, അതായത് ഇത്തരത്തിലുള്ളൊരു കലാപരിപാടി അത് സബ് ജില്ല അല്ല, ജില്ലാ കലോത്സവം മൊഗ്രാൽ പുത്തൂരിനൊരു ദാനമായി ലഭിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ള ഇതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതെന്ന് മാത്രമല്ല, മൊഗ്രാലിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നമ്മളെ കാസർഗോഡിന്റെ മുഴുവനും അഭിമാനം നിങ്ങൾ കാക്കുമെന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ഇത് വലിയൊരു കലാപരിപാടിയാണ്. ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് മാത്രമല്ല, മത്സരാർത്ഥികൾ മാത്രമല്ല, നാട്ടുകാർക്കൊരു ഈദാണ്, ഒരു പെരുന്നാളാണ്, ഒരു ഉത്സവമാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചുറ്റുപാടിൽ നിന്നുള്ള അയൽ പ്രദേശങ്ങളിലുള്ള പിഞ്ചോമനകൾ, കുട്ടികൾ, മുതിർന്നവർ എല്ലാം അതിയായി ആസ്വദിക്കുവാൻ കാത്തിട്ടുള്ള ഒരു മുഹൂർത്തമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഒന്നാന്തരമായി കൈകാര്യം ചെയ്യുമെന്നുള്ള പരിപൂർണമായ വിശ്വാസമുണ്ട്. എന്തെല്ലാം നമ്മൾക്ക് പറയാൻ പറ്റാത്ത, അതായത് മൊഗ്രാലിന്റെ ചരിത്രത്തിലും അറിയപ്പെടാത്ത ചില ഭാഗങ്ങളും ഈ പരിപാടിയിൽ, അത് സബ് ജില്ലയിൽ മോഹിനിയാട്ടം, കുത്തിപ്പുടി, മാപ്പിളപ്പാട്ട് പറയേണ്ട മറ്റുള്ള കലാപരിപാടികൾ, ഒപ്പന ദിവസം അത് ഭയങ്കരമായിരിക്കും. അന്ന് നിങ്ങൾ 10,000 ആൾക്കാണെങ്കിൽ 20,000 ആൾക്ക് ചോറ് വെക്കേണ്ടി വരുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. അത് കരുതിയിരിക്കണം. അതായത് അവസാനം അങ്ങനെ ആയിപ്പോയി, അത് ഇങ്ങനെ ആയിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഇങ്ങനത്തെ സംഭവത്തിൽ ഇതിനെ കലക്കാനായിട്ടും അത് നിങ്ങൾ അറിയാതെ, നമ്മൾ അറിയാതെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഈ ബേക്കലിൽ സംഭവിച്ച പോലെ സംഭവിച്ചു പോരുത്. അത് പ്രത്യേകം സൂക്ഷിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്ന് മാത്രമല്ല, ഈ കലാപരിപാടിയെ നിങ്ങൾ ജോറാക്കും, സന്തോഷിപ്പിക്കും. അതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്, നാട്ടുകാർക്ക് സന്തോഷമുണ്ട്. ഇനി അത് മാത്രമല്ല, കേരളത്തിന്റെ അതായത് യുവജന കലോത്സവം സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുവാനുള്ള ഒരു അവസരം കാസർഗോഡിൽ നിന്ന് ലഭ്യമായാൽ മൊഗ്രാൽ ഒരു വേദിയായിരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടെ ഞാൻ നിർത്തട്ടെ. നിങ്ങളെ ഈ സുന്ദരമായ സായാഹ്നത്തിൽ നിങ്ങൾ ഏവരെയും മുഖച്ഛായ കണ്ടതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഇത്തരത്തിലുള്ള അപൂർവ അവസരങ്ങൾ ഇനിയും പൂശേണ്ട പോലെ നിങ്ങളിലേക്ക് വർഷിക്കട്ടെ. അത് വർഷിക്കും തീർച്ച. നിങ്ങൾക്ക് ഏവർക്കും അഭിനന്ദനാശംസകൾ. പിന്നെ ഞങ്ങൾക്കൊരു പേടിയില്ല,
ഞങ്ങൾ പ്രസിഡന്റ് വിളക്കുന്നുണ്ട്. നിങ്ങളെ ഒരു പേടിയില്ല. ഇനി 10,000 ആളല്ല 20 ആളായിട്ട് എന്തെങ്കിലും ഒരു പേടി നോക്കില്ല. അടുത്ത പാട്ടായിരുന്നു കവിച്ചന്റെ കവിത. നിങ്ങളെ കവിതയില്ലേ? വിഷയം പറഞ്ഞിട്ട് ഒരു 4 വരി പാടാനറിയാം. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ എനിക്ക് പറയാനുള്ളത് മോഹൻലാലിന് പണ്ടേ കിട്ടേണ്ടതും ഒരുപക്ഷെ വൈകിയിട്ട് പോലും വളരെ സുന്ദരമായ ഒരു മുഹൂർത്തം ഇവിടെ സൃഷ്ടിച്ചതിൽ ഇതിന്റെ സംഘാടകർക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മാപ്പിളപ്പാട്ടും ഫുട്ബോളും ഒരു പുതുമയില്ല എന്ന് നിങ്ങൾ ഇത്രയധികം പറഞ്ഞു കേട്ടിരിക്കും. ഏതിനും പാട്ട് ഉണ്ടാക്കുന്ന, വെള്ളപ്പൊക്കമാണെങ്കിലും സോക്കേടാണെങ്കിലും സന്തോഷമാണെങ്കിലും പാട്ട് ഉണ്ടാക്കുന്ന ഈ മലബാർ ഏരിയയിൽ എന്തിന് കർക്കിടക മാസത്തിൽ രാമായണ മാസമാണ്. ആ രാമായണ മാസത്തിൽ പോലും മാപ്പിള രാമായണം ഉണ്ടാക്കിയ ചരിത്രം നമുക്കുണ്ട്. അത്രയ്ക്കും സൗഹാർദ്ദത്തിലൂടെ നമ്മുടെ സമൂഹങ്ങൾ കടന്നുപോയ നൂറ്റാണ്ടുകളുണ്ട്. അതിന്റെ വരികൾ തന്നെ പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കേട്ടതല്ലേ നിങ്ങളെ രാമായണ കഥ പാട്ട്. താടിക്കാരൻ ഔലി എന്ന് വിശേഷിപ്പിച്ചത് വാൽമീകിയാണ്. രാമായണം രചിച്ച വാൽമീകിയെ മാപ്പിള രചയിതാക്കൾ നമ്മളെ അഭിസംബോധന ചെയ്യിപ്പിക്കുന്നത് താടിക്കാരൻ ഔലി എന്നാണ്. അതിൽ വളരെ ദീർഘമായ ഒരു കവിതയാണ് രാമായണം. ചെറിയ രൂപത്തിൽ അത് നമ്മളെ പരിചയപ്പെടുത്തുന്നു മാപ്പിള രാമായണം. അതിൽ പറയുന്നു, കോസലത്തിലെ ദശരഥൻ 3 കെട്ടിയ പാട്ട്, അമ്മികുമ്മായം പൊടിഞ്ഞും മക്കളില്ല പാട്ട്. ദശരഥ രാജാവിന് മക്കൾ കിട്ടിയില്ല. അപ്പോൾ ഒരു വൈദ്യൻ കൽപ്പിച്ച പായസം കൂടിച്ച് 3ഉം 4 പെറ്റ പാട്ട്, 4ലും മുമ്പായ രാമൻ കേമനായ പാട്ട്. അങ്ങനെ രാമായണ കഥ മാപ്പിള രചയിതാവിനെ കൂടെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മുൻ പിതാമഹക്കൾ പഠിപ്പിച്ചത്. അതായത് നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് 2-4 വരികള് ഞാന് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ചില തെറ്റുകൾ ഉണ്ടാവാം. ജസ്റ്റ് ഏറ്റുപാടാൻ പറ്റുന്നെങ്കിൽ ഇത് മാത്രം ഏറ്റുപാടിയാൽ മതി. മൊഗ്രാലിൻ ഉത്സവ നാള്, ജില്ലാ കലോത്സവ നാള്, മൊഞ്ചുള്ള നാട്ടിലങ്ങേറി എത്തി ജില്ലാ കലോത്സവം. മൊഗ്രാലിൻ ഉത്സവ നാള്, ജില്ലാ കലോത്സവ നാള്, മൊഞ്ചുള്ള നാട്ടിലങ്ങേറി എത്തി ജില്ലാ കലോത്സവം. എല്ലാം നാട്ടാരോടെന്നോതി നാടിന്റെ സൗഹാർദ്ദം കാട്ടി, മൊഗ്രാലിൻ മണ്ണിന്റെ ഗന്ധം കസ്തൂരി പോലെ വീശും. എല്ലാം നാട്ടുകാരോടോതി നാടിന്റെ സൗഹൃദം കാട്ടി, മൊഗ്രാലിൻ മണ്ണിന്റെ ഗന്ധം കസ്തൂരി പോലെ വീശും. കലയുടെ മാന്ത്രിക സ്പർശം ഈശൽ ഗ്രാമത്തിറങ്ങുന്ന പ്രതികൾക്കുന്നാളോ നാടിന്റെ സ്നേഹ സ്വാഗതം. കലയുടെ മാന്ത്രിക സ്പർശം ഈശൽ ഗ്രാമത്തിറങ്ങുന്ന പ്രതികൾക്കുന്നാണല്ലോ നാടിന്റെ സ്നേഹ സ്വാഗതം. മൊഗ്രാലിൻ ഉത്സവ നാള്, ജില്ലാ കലോത്സവ നാള്, മൊഞ്ചുള്ള നാട്ടിലങ്ങേറി എത്തി ജില്ലാ കലോത്സവം. മൊഗ്രാലിൻ ഉത്സവ നാള്, ജില്ലാ കലോത്സവ നാള്, മൊഞ്ചുള്ള നാട്ടിലങ്ങേറി എത്തി ജില്ലാ കലോത്സവം. കലോത്സവം എത്തിയത് വൈകിയാണെങ്കിലും ഇവിടെ നാടിനെ, മൊഗ്രാൽ നാടിനെ അഭിമാനിക്കാവുന്നതാണ്. വൈകി എത്തിയതെങ്കിലും വളരെ നാട്ടുകാരായ മുഴുവൻ ആൾക്കാരും ഈ കലോത്സവത്തെ വാനോളം ഏറ്റെടുത്ത് ഈ കലോത്സവം കാസർഗോഡ് ജില്ല കണ്ട ഏറ്റവും നന്നായി നാട്ടുകാരുടെ സഹകരണം കൊണ്ട് കേളി നേടിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഏറ്റവും നല്ല കലോത്സവമായി മാറട്ടെ എന്ന് അഭിമാനിക്കാൻ എനിക്കും പറ്റും. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നതും കൂടിയാണ് ഈ കലോത്സവം. ഇൻഷാ അല്ലാഹ്.